ചിന്തി അവിടുന്ന് മരിച്ചു. മൂന്നാം ദിവസം ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തിന്റെ വിഷമുള്ളിനെ, മരണത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ആത്മനിറവിൽ ആരാധിക്കുന്ന ദൈവമക്കളുടെ നടുവിലൂടെ ഊലാവുന്ന ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അതുകൊണ്ട് നാം പോയി ആരാധിക്കുന്നവരല്ല, കൂടി വരുന്നവരുടെ നടുവില് ആയിരം ആയിരം തേജോത്താരങ്ങളെ താണ്ടിക്കൊണ്ട് നമ്മുടെ നടുവിൽ ദൈവ തേജസ്സിന്റെ പ്രഭയായി, ദൈവ തത്വത്തിന്റെ മുദ്രയായി ഇറങ്ങി വന്ന് ആരാധിക്കുന്നവനെയാണ്, ഇറങ്ങി വരുന്നവനെയാണ് നാം ആരാധിക്കുന്നത്. കർത്താവ് എന്നൊരു തെളിവ് കൊടുത്തു. മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേറ്റതിലൂടെ കർത്താവ് ഒരു തെളിവ് വെളിപ്പെടുത്തുവാൻ ഇടയായി തന്നു. അത് തന്നെയാണ് ഇത് ഇവിടെ എന്തുകൊണ്ട് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഉപദ്രവിക്കുന്നവരോട്, മിഷണറിമാർക്ക് വേദന വരുത്തുന്നവരോട്, അവർക്കെതിരെ വാളും വടിയും എടുത്തുകൊണ്ട് കഠിനമായ പോരാട്ടം നടത്തുന്നവരോട് ഞങ്ങൾക്കൊരു കാര്യമേ പറയാൻ ഉള്ളൂ, വേണമെങ്കിൽ ഞങ്ങൾ നിർത്താം. പക്ഷെങ്കിൽ ഒരു തെളിവ് ഇവിടെ ആവർത്തിക്കണം, ഒരു കാര്യം ഇവിടെ ആവർത്തിക്കണം. മരിച്ചതിന്റെ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ് ആരെയെങ്കിലും നിങ്ങൾക്ക് അവതരിപ്പിക്കാനുണ്ടെങ്കിൽ അന്ന് ഈ പുസ്തകം ഞങ്ങള് പ്രസംഗിക്കാൻ നിർത്താം. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, അങ്ങനെ ഒരാളെ എഴുന്നേൽപ്പിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയാതിരിക്കുന്നിടത്തോളം കാലം ഈ വചനം ഞങ്ങൾ പ്രസംഗിക്കും, ഈ വചനത്തിന്റെ ശക്തി ഞങ്ങൾ വെളിപ്പെടുത്തും. ഇതിന്റെ ഉടയവൻ അതിനുള്ള അധികാരം നൽകിയിരിക്കുകയാണ്. ഇന്ന് പകൽ സുവിശേഷ ശക്തികളുടെ ഭീഷണികളുടെ മുമ്പിൽ ആരുടെയെങ്കിലും അകത്തുള്ള ആത്മാവ് ഈ പകൽ ഭയപ്പെടുന്നുണ്ടെങ്കിൽ, ഉറയ്ക്കുന്നുണ്ടെങ്കിൽ, നിന്റെ പേരൊരു ധൈര്യത്തിന്റെ ആത്മാവിനെ, ഒരു കൃപയുടെ ആത്മാവിനെ ദൈവം പകരുകയാണ്. കർത്താവിനറിയ പത്രോസൊക്കെ ഒരുപാട് പേടിയുള്ളവരാ, ഒരുപാട് ഭയമുള്ളവരാ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രശ്നം വരുമ്പോൾ ഓടിപ്പോകും. നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ക്രൂശീകരണത്തോടുള്ള ബന്ധത്തില് ചെറിയ പ്രയാസങ്ങൾ വന്നപ്പോൾ പത്രോസൊക്കെ ഓടി മാറിയവരാണ്. പക്ഷെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം നൽകിയ അധികാരത്തിന്റെ ശക്തി അവന്റെ അകത്തളങ്ങളിൽ ജ്വലിച്ചപ്പോൾ, പെന്തക്കോസ്തിന്റെ ശക്തി അവൻ പ്രാപിച്ചപ്പോൾ 30 കൊല്ലം കൊണ്ട് അവനോട് കൂടെയുള്ളവരോ യെരൂശലേം മുതൽ റോമ വരെ സുവിശേഷത്തിന്റെ കൊടി ഉയർത്തുവാനിടയായി. ആഴത്തിൽ നാം പഠിച്ചാൽ 6 പ്രധാന കോട്ടകള് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് യെരൂശലേം എന്ന് പറഞ്ഞ വലിയ കോട്ട, രണ്ടാമത് യഹൂദിയ, ഗലീല, ശമരിയ എന്ന് പറഞ്ഞ അടുത്ത കോട്ട, മൂന്നാമതായി അന്ത്യോക്യ എന്ന് പറയുന്ന കോട്ട, അടുത്തതായിട്ട് ഒരു ഭൂഖണ്ഡം ഉയർത്തിയ കോട്ട, അടുത്തതായിട്ട് എഫെസോസ്, കൊരിന്ത് എന്ന് പറയുന്ന അടുത്ത പ്രതികൂലത്തിന്റെ കോട്ട, ആറാമതായിട്ട് റോമ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരി. ഇവിടെയൊന്ന് സുവിശേഷത്തിന്റെ കൊടി ഉയർത്തുകയില്ലെന്ന് വാദിച്ചു നിന്ന ശക്തികളെ ഭേദിച്ചുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി അവസാനിക്കുന്നത് റോമയിൽ സുവിശേഷത്തിന്റെ ശക്തി സൂര്യശോഭ പോലെ പരിലസിക്കുവാൻ ദൈവത്തിന്റെ കൃപയുടെ നിറവിനാൽ